പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരിഃ ഓം. ലോകത്തില് എല്ലാ പ്രാണികളും സഹജമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട്. സുഖമായിട്ടിരിക്കണം, സുഖം കിട്ടണം, ദുഃഖം വരരുത്, സുഖായ കർമാണി കരോതി ലോകഃ. ലോകത്തിലെല്ലാവരും ഇതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പ്രഭാഷണം കേൾക്കാൻ വരുന്നുണ്ടെങ്കിൽ സുഖം കിട്ടണം. കുറച്ചു നേരമായി സുഖം കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖം ഉണ്ടായാൽ എഴുന്നേറ്റ് പോകും. പണം സമ്പാദിക്കുന്നത് സുഖം കിട്ടാനാണ്. പണം സമ്പാദിച്ച് സുഖം കിട്ടില്ലെങ്കിൽ അത് അറിയുമ്പോൾ അത് വിടും. പേരും പ്രസിദ്ധിയും ഒക്കെ ആഗ്രഹിക്കുന്നത് സുഖം കിട്ടാനാണ്. സന്യാസം എടുക്കുന്നത് സുഖം കിട്ടാനാണ്. കല്യാണം കഴിക്കുന്നത് സുഖം കിട്ടാനാണ്. എല്ലാവർക്കും അനുസ്യൂതമുള്ള ആഗ്രഹം സുഖമായിട്ടിരിക്കണം. എന്തുകൊണ്ട് നമ്മൾ ഈ സുഖത്തിനു വേണ്ടി അന്വേഷിക്കണം? സുഖാന്വേഷണം എന്തുകൊണ്ട് നൈസർഗികമായിട്ട് സകല പ്രാണികൾക്കും ഉണ്ടല്ലോ. കാരണം എന്താ എന്നുവെച്ചാൽ സുഖം, നിർവിശേഷമായ സുഖം നമ്മളുടെ സ്വരൂപമാണ്. ആ സുഖം നമ്മളുടെ ഉള്ളിലുണ്ട്, എവിടെയോ ഉണ്ട്. നമ്മളെ അറിയാതെ നമ്മളുടെ ഉള്ളിലൊരു അറിവുണ്ട്. ഏതോ ഒന്നിനെ കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമായ സുഖമുണ്ടാകും. അതിനെ ഓരോ വസ്തുക്കളിലായിട്ട് പരത്തി പരത്തി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ വസ്തുവിൽ കിട്ടുവോ, ഈ വസ്തുവിൽ കിട്ടുവോ. ഓരോന്നിലും അവസാനം ബോറടിച്ചു പോകും, ഹതാശരാകും. ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്ത് സുഷുപ്തിയില് ഒരു സുഖമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. മനസ്സുകൊണ്ട് ഒരു സുഖം അനുഭവിച്ചതല്ല, മനസ്സില്ലാതെ മനസ്സ് ലയിച്ചു കിടന്നപ്പോ ഒരു സുഖം. ആ സുഖം എവിടുന്ന് വന്നു? നമുക്ക് ഇപ്പൊ ജാഗ്രത അവസ്ഥയിൽ സുഖം വേണമെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ കാണണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെവി കൊണ്ട് കേൾക്കണം, അല്ലെങ്കിൽ മൂക്കുകൊണ്ട് എന്തെങ്കിലും മണക്കണം. ഒരു നല്ല മുല്ലപ്പൂ മണത്ത് നോക്കുമ്പോൾ നല്ല സുഖം. ദീപാവലിക്ക് പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് വായിലിട്ടാൽ ഒരു സുഖം. പടക്കം പൊട്ടിച്ച് ശബ്ദം കേട്ട് ഇയർഡമൊക്കെ ഒന്ന് പൊട്ടിക്കണ പോലെ ശബ്ദിച്ചാൽ ഒരു സുഖം. ഇന്ദ്രിയങ്ങളിലൂടെ എന്തൊക്കെയോ അതിലൊരു സുഖമുണ്ട്. പക്ഷെ ഈ സുഷുപ്തിയിലുള്ള സുഖം, ബാക്കിയുള്ള സുഖമൊക്കെ ഒരാൾക്ക് ഇഷ്ടപ്പെടും, മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. 2 വർഷം മുമ്പ് എന്റെ കഷ്ടകാലത്തിന് ദീപാവലിക്ക് ഞാൻ ബോംബെയിലാണ്. രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കത് സുഖമേ ആയിരുന്നില്ല. അവർക്ക് വലിയ സുഖം. രാത്രി 1 മണിക്ക് ചെവി പൊട്ടിക്കണ പോലെ നമ്മളുടെ 2-3 ജന്മത്തിന് ഈ ഇടി കേൾക്കും. അതുപോലെ പടക്കം. അതെനിക്ക് സുഖമല്ല, ദുഃഖം. അവർക്ക് സുഖം. മധുരപലഹാരം ഉണ്ടാക്കി വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹൈലി ഡയബറ്റിക് ആണ്, കഴിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് ദുഃഖം. ഇത് കാണുമ്പോഴേ ദുഃഖം. ഇതിലൊക്കെ ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിലൊക്കെ വ്യത്യാസമുണ്ട്.
സംഗീതം, ചിലർക്ക് കർണാടക സംഗീതം ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. സിനിമാ പാട്ടാണ് ഇഷ്ടം. അവരവരുടെ വാസനയ്ക്കനുസരിച്ച് വ്യത്യാസമുണ്ട്. പാപ്പ് മ്യൂസിക്, പുണ്യ മ്യൂസിക് വേണ്ട അവർക്ക്, പാപ്പ് മ്യൂസിക്. വ്യത്യാസമുണ്ട് വാസനയ്ക്കനുസരിച്ച്. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഇതൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോ ഒക്കെ അവസാനിപ്പിക്കും. എല്ലാം നിർത്തും. എല്ലാത്തിനും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. ഇതൊക്കെ മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും വേണം ഇത് ഈ സുഖമൊക്കെ അനുഭവിക്കും. ഇതൊന്നുമില്ലാതെ ഒരു ഇന്ദ്രിയവും ഉപയോഗിച്ചില്ല, ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല, ഒന്നും മണത്തില്ല, ഒന്നും രുചിച്ചില്ല, ഒന്നിനെയും തൊട്ടില്ല, യാതൊന്നുമില്ലാതെ അൺകണ്ടീഷണൽ ആയിട്ട് ദിവസവും മനസ്സ് ചെന്ന് ലയിക്കുമ്പോ ഒരു സുഖം ഏർപ്പെടുന്നു. വെറുതെ തള്ളിക്കളയരുത് അതിനെ. തമോ ഗുണം അതൊന്നും പറയരുത്. ഉപനിഷത്താണ് പറയണത്. അവിടെ നമ്മള് ബ്രഹ്മത്തിനോട് ചെന്ന് ലയിക്കുന്നു എന്നാണ്, നമ്മൾ അറിയണില്ല. ന കഞ്ചന കാമം കാമയത്തെ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘനയേവ ഹ്യാനന്ദമയോ ആനന്ദഭുക് ചേതോ മുഖഃ പ്രാജ്ഞസ്തൃതീയഃ പാദഃ ഏഷ സർവേശ്വരഃ ഏഷ സർവജ്ഞഃ ഏഷോന്തര്യാമി ഏഷ യോനിഃ പ്രഭവാപ്യയോ ഹി ഭൂതാനാം. ശ്രുതി പറയുന്നു, ഉപനിഷത്ത് പറയുന്നു, ഏഷ സർവേശ്വരഃ. വാക്കുകൾ നോക്കണം. സുഷുപ്തിയെ ആദ്യം ഡെഫിനിഷൻ കൊടുത്തു. സുഷുപ്തി നമ്മള് വളരെ കാഷ്വൽ ആയിട്ട് എടുക്കുന്ന സുഷുപ്തി. ഭഗവാൻ അപാര കരുണാമൂർത്തിയാണ്, അല്ലേ? ഒരു അമ്മ കുട്ടി കുറെ നേരം കളിക്കാൻ പോയാൽ മേലെ പൊടിയൊക്കെ ആക്കി തളർന്നു കഴിയുമ്പോ കുട്ടിക്ക് അമ്മയുടെ അടുത്ത് വരണമെന്ന് ആഗ്രഹമില്ല, കുട്ടിക്ക് ഇനിയും കളിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ കുട്ടിയെ കുറെ നേരം കണ്ടിട്ടില്ലെങ്കിൽ കരുണയുള്ള മാതാവ് എന്ത് ചെയ്യും? ഓടിപ്പോയി കുട്ടിയെ എടുത്തുകൊണ്ടുവന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ചുംബിച്ച് മടിയിൽ കിടത്തി ആഹാരം കൊടുക്കുക, ഉറക്കുകയൊക്കെ ചെയ്യും. അതേപോലെ ദിവസവും ഭഗവാൻ ഈ പുറമേക്ക് പോയി അലഞ്ഞു നടക്കുന്ന ജീവനെ, പക്ഷെ ആ ജീവൻ അറിയണില്ല. ഉറങ്ങുന്ന കുട്ടിയെ അമ്മയെടുത്ത് മടിയിൽ കിടത്തുന്ന പോലെ തന്നെ ഈ ജീവനെ അറിയാതെ തന്നോട് പിടിച്ച് ആലിംഗനം ചെയ്യുന്നു എന്നാണ്. യഥാ ന കഞ്ചന കാമം കാമയതി, ഒന്നും ആഗ്രഹിക്കണില്ല സുഷുപ്തിയിൽ. ന കഞ്ചന സ്വപ്നം പശ്യതി, ഒരു സ്വപ്നവും കാണുന്നില്ല. തത് സുഷുപ്തം, അതിന് സുഷുപ്തി എന്ന് പേര്, സുഖമായ ഉറക്കസ്ഥാനം. സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘനയേവ ഹ്യാനന്ദമയോ, അവിടെ ആനന്ദമയം. ആനന്ദം, ആനന്ദം എന്ന് വെച്ചാൽ വികാരമുള്ള ആനന്ദമല്ല, സുഖം. എല്ലാവർക്കും ആ സുഖത്തിനെ ഒരാൾക്കും വിട്ടുവയ്ക്കാൻ പറ്റില്ല. പായസം കുടിക്കണതൊക്കെ വിട്ടുവയ്ക്കും, വേണ്ടാന്ന് പറയും. ഒരാൾക്ക് ലോകത്തിലെ എല്ലാ സുഖ സാമഗ്രികളും കൊടുത്തിട്ട് ഉറങ്ങരുതെന്ന് പറഞ്ഞു നോക്കൂ. ഈ ഉറക്കം ഒരേ ഒരു അവസ്ഥയിലേ വിട്ടുപോവുള്ളൂ. പൂർണ്ണ ജ്ഞാനസ്ഥിതിയിൽ ജ്ഞാനികൾക്ക് ഉറക്കമില്ല, ജീവൻ മുക്തന്മാർക്ക് ഉറക്കമില്ല. അതിന് കാരണം എന്താന്ന് വെച്ചാൽ അവർ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഉണർന്നിരിക്കുമ്പോഴും അതേ സുഖം. ജാഗ്രത് സുഷുപ്തി എന്ന് ജ്ഞാനത്തിന് പറയും. എന്നുവെച്ചാൽ ജാഗ്രത് സുഷുപ്തി എന്ന് വെച്ചാൽ ഒന്നും അറിയായ്മയല്ല. ആ ശാന്തി, ആ പൂർണ്ണത, ആ തൃപ്തി വേക്കിംഗ് സ്റ്റേറ്റില് ബോധപൂർവം ഉണ്ട്. സുഷുപ്തിയില് നമ്മൾ അറിയാതെ അതിൽ ചെന്ന് ലയിക്കുന്നു. അവിടെ എന്തുണ്ട്? ഏഷ സർവേശ്വരഃ ഏഷ സർവജ്ഞഃ ഏഷോ അന്തര്യാമി പ്രഭവാപ്യയൗ ഹി ഭൂതാനാം. നമ്മളുടെ ഉദയത്തിന്റെയും ലയത്തിന്റെയും സ്ഥാനം ഈ സുഷുപ്തിയിൽ ലയിച്ചു കിടക്കുന്നു. സുഷുപ്തിയിൽ ഞാൻ ഒരു പുരുഷനല്ല, അല്ലേ? ആണോ? സുഷുപ്തിയില് പുരുഷൻ സ്ത്രീ വല്ല ഭേദം ഉണ്ടാവുമോ? ജാഗ്രത അവസ്ഥയിൽ ഇവരൊന്നും എന്നെ തൊടാൻ പാടില്ല. സുഷുപ്തിയിൽ എന്തെങ്കിലും അറിയോ? ഒരു കാർത്തിക ദീപത്തിന് തിരുവണ്ണാമലയില് ധാരാളം തിരക്ക് വരും. ഈ ഗ്രാമക്കാരൊക്കെ വരും. ഒരു മണ്ഡപത്തില് ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്.
അവരൊക്കെ കൂടെ അവരുടെ ബാണ്ടൊക്കെ അവിടെ വെച്ച് നോക്കിയിരിക്കുകയാണ്. ഭയങ്കര ബഹളം. എന്താ ബഹളം എന്ന് വെച്ചാൽ, ഒരാൾ ഒരു ബാണ്ടം വെച്ചു അത്രേ, അതിന്റെ അടുത്ത് വേറെ ഒരാൾ ഒരു ബാണ്ടം വെച്ചു. ഇത് എന്റെ സ്ഥലമാണെന്നാണ് അവർ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ പരസ്പരം ബഹളം കൂട്ടിക്കൊണ്ടേയിരുന്ന ആളുകള് കുറെ നേരം കഴിഞ്ഞ് അവിടെ തന്നെ കിടന്നുറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഒരാളുടെ മേലെ ഒരാൾ കാലിട്ട്, ഒരാൾ കൈയിട്ട്, യാതൊരു ശണ്ടയില്ല. മനസ്സ് രാവിലെ ഉദിച്ച ഉടനെ പിന്നെയും ബഹളം കൂട്ടാൻ തുടങ്ങി, ശണ്ട കൂടാൻ തുടങ്ങി. അതാണ് ഷേക്സ്പിയർ പറഞ്ഞു അത്ര, ഈ കവികളൊക്കെ അറിയാതെ ചിലപ്പോ ദേ വിൽ സ്റ്റംബിൾ ഓൺ ട്രൂത്ത്. അവരെ അറിയാതെ സത്യത്തിൽ കാലുവെക്കും, പക്ഷെ ബോധപൂർവം അല്ല. ഷേക്സ്പിയർ എവിടെയോ പറഞ്ഞു അത്രേ, സ്ലീപ്പ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലെവലർ എന്നാണ്. എല്ലാരെയും സമമാക്കുക. രാജാവാണെങ്കിലും അതെ, ഭിക്ഷക്കാരനാണെങ്കിലും അതെ, സന്യാസിയാണെങ്കിലും അതെ, സ്ത്രീ ആണെങ്കിലും അതെ. ഉറങ്ങിക്കഴിഞ്ഞാൽ ഒക്കെ സമം. മനസ്സ് ഉദിക്കുമ്പോ എല്ലാ ഭേദങ്ങളും വരുന്നു. ആ സുഷുപ്തി അവസ്ഥയിൽ, സുഖമായി ഉറങ്ങുന്ന അവസ്ഥയിൽ ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല, ഒന്നും അറിഞ്ഞില്ല. ഞാൻ പുരുഷനല്ല, സ്ത്രീയല്ല. ഇപ്പൊ ആ കൊച്ചുകുട്ടി അവിടെ ഉറങ്ങുമ്പോ ഇവിടെ ഒന്നുമില്ല, പ്രഭാഷണവും ഇല്ല, പ്രഭാഷണം ചെയ്യുന്ന ആളില്ല, ഞാനില്ല. ആ കുട്ടിക്ക് വ്യക്തിത്വമില്ല. ഞാനിവിടെ കിടന്ന് ഉറങ്ങിയാലും എനിക്ക് വ്യക്തിത്വമില്ല. വ്യക്തിത്വം പോയി, ഒന്നുമില്ല. കുട്ടികൾ ഉറങ്ങണത് കാണണം, വിട്ടുകളയരുത്. വലിയ ഈശ്വര ദർശനം ഒന്ന് പറഞ്ഞുതരാം. കുട്ടികൾ ഉറങ്ങി എഴുന്നേക്കുമ്പോ, ഉറങ്ങാൻ പോകുമ്പോഴും ഉറങ്ങി എഴുന്നേക്കുമ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കണം, ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. വിട്ടുകളയാതെ നോക്കേണ്ട ഒരു ദിവ്യ ദർശനമാണത്. എന്താന്ന് വെച്ചാൽ അവർക്ക് ഈ വാസനകളൊന്നും ആക്ടിവേറ്റഡ് ആവാത്തത് കൊണ്ട് അവരുടെ ഉറക്കമൊക്കെ സമാധി തുല്യമാണ്. ഉറങ്ങുമ്പോ അങ്ങനെ പതുക്കെ 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 സൂര്യൻ അസ്തമിക്കണ പോലെ, അതേപോലെ എഴുന്നേൽക്കുമ്പോ പതുക്കെ പതുക്കെ ചിപ്പ് 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 കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഫ്രഷായിട്ട് സൂര്യോദയം പോലെ ഉണ്ടാവും. സന്യാസികൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ അതുകൊണ്ട് ആരത്തി കാണിക്കാവുന്ന ഒരു സമ്പ്രദായമുണ്ട്. എന്ന് വെച്ചാൽ അത് കൈലാസ ദർശനം എന്നാണ് പറയുക. അതായത് ആ സ്ഥിതി, അവരുടെ ഉറക്കം എന്നുള്ളത് ഉറക്കമേ അല്ല, നമ്മളുടെ ഉറക്കവും അങ്ങനെ ആകും. എങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ ബോധപൂർവം ജാഗ്രതത്തിലും നമ്മളുടെ വാസനകളൊക്കെ ക്ഷയിച്ച് കിട്ടുകയാണെങ്കിൽ, നിശ്ചലത അകമയ്ക്ക് അനുഭവിക്കും തോറും ഉറക്കത്തിന്റെ ക്വാളിറ്റിയും അത് ഇംപ്രൂവ് ആകും. നിദ്ര സമാധിസ്ഥിതി. നിദ്ര ഉറക്കം തന്നെ സമാധിസ്ഥിതിയായിട്ട് മാറും. എന്നുവെച്ചാൽ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കണം എന്നല്ല, ഉറക്കത്തിൽ എന്തുണ്ട് എന്നൊന്ന് ശ്രദ്ധിക്കണം. ഉറക്കത്തിൽ ശരീരമില്ല, ഉറക്കത്തിൽ മനസ്സില്ല, ഉറക്കത്തിൽ ഞാൻ എന്നുള്ള വ്യക്തിബോധമില്ല. പക്ഷെ അവിടെ യഥാർത്ഥ ഞാൻ ഉണ്ടോ ഇല്ലയോ, ജീവനുണ്ടോ ഇല്ലയോ? ഞാനുണ്ടല്ലോ അല്ലേ? ജാഗ്രത്തിൽ ശരീരവും ഉണ്ട്, മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണു, ഞാൻ 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 എന്നുള്ള അനുഭവമുണ്ട്. നമുക്ക് അനുഭവ രൂപത്തിലൊരു ഞാൻ, അഹങ്കാര രൂപത്തിലൊരു ഞാൻ ഉണ്ട്. അഹങ്കാര രൂപത്തിലുള്ള ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ പ്രഭാഷണം ചെയ്യുന്നു, ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ്. ഒരു ഐഡന്റിഫിക്കേഷനോടുകൂടെ ഇരിക്കും അഹങ്കാര രൂപത്തിലുള്ള ഞാൻ. അനുഭവ രൂപത്തിലുള്ള ഞാന് ഒരു ഇൻഡിവിജ്വാലിറ്റിയും അതിലില്ല, വ്യക്തിത്വമില്ല. ഉണ്ട് എന്നുള്ള ഒരു അനുഭവം മാത്രം, അസ്തിത്വം, ഉണർവ്, ലൈഫ് പ്രിൻസിപ്പിൾ, അത് അനുഭവ രൂപത്തിലുള്ള ഞാൻ. ഈ അഹങ്കാര രൂപത്തിലുള്ള ഞാൻ ഇപ്പൊ പ്രഭാഷണം ചെയ്യും, ചിലപ്പോ ഇവിടെ തന്നെ കിടന്നുറങ്ങിയാൽ, ഇപ്പൊ ഇവരൊക്കെ അഭംഗം പാടി, എനിക്ക് ആഗ്രഹമുണ്ട് അവരെ പോലെ പാടണം, ആഗ്രഹത്തോടെ കിടന്നുറങ്ങിയാൽ സ്വപ്നത്തിൽ ഞാൻ അഭംഗം പാടുന്ന ഒരാൾ മറം. ജാഗ്രതത്തിൽ പറ്റാത്തതൊക്കെ സ്വപ്നത്തിൽ വരും. ഈ അഹങ്കാരം മാറുന്നു. ജാഗ്രതത്തിലുള്ള അഹങ്കാരം പോയി സ്വപ്നത്തിൽ മറ്റൊരു അഹങ്കാരം. ആ വ്യക്തിത്വം വേറെ ഒരു വേഷം ഇടുന്നു. പക്ഷെ സുഷുപ്തിയിലോ പ്രഭാഷണം ചെയ്യുന്ന ആളുമില്ല, പാട്ടുപാടുന്ന ആളുമില്ല. കേവലം ആ ലൈഫ് പ്രിൻസിപ്പിൾ, ഉണർവ്, സുഖം, എന്തോ ഒരു സുഖം അനുഭവിച്ചു. സുഷുപ്തിയിൽ ഏതൊരു അഹം ഉണ്ടോ, ഞാൻ ഉണ്ടോ, അത് വാസ്തവത്തിലുള്ള സത്യമാണ്. അത് ജാഗ്രതത്തിലും ഉണ്ട്, സ്വപ്നത്തിലും ഉണ്ട്. ശരീരം ജാഗ്രതത്തിലുണ്ട്, സ്വപ്നത്തിലില്ല. സ്വപ്നത്തിൽ മനസ്സുണ്ട്, മനസ്സ് സുഷുപ്തിയിൽ ലയിച്ചു പോകുന്നു. പക്ഷെ സുഷുപ്തിയിലും ജാഗ്രതത്തിലും സ്വപ്നത്തിലും മാറാതെ നിൽക്കുന്ന ഏതൊരു ബോധമുണ്ടോ, ഉണർവുണ്ടോ, അവബോധമുണ്ടോ, അസ്തിത്വമുണ്ടോ, അതാണ് നമ്മളുടെ ഉണ്മയായ സ്വരൂപം, യഥാർത്ഥമായ ഞാൻ.
ആ ജ്ഞാനിനെ അറിയുക. അറിയുക എന്ന് വെച്ചാലോ നോട്ട് ഇന്റലക്ച്വലി ബട്ട് മർജിങ് ഇൻ ഇറ്റ്. ആ ഞാൻ മഹാധ്വനിയാണ്. ആ ഞാൻ എന്നുള്ള അനുഭവത്തിനെ ശ്രദ്ധിക്കുക. അത് എങ്ങനെ ചെയ്താലും വേണ്ടില്ല. നമ്മള് ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുകയാണെങ്കിലും ഭാഗവതത്തിൽ കപില ഭഗവാൻ പറയുന്നു, ഭഗവാന്റെ ദിവ്യരൂപത്തിനെ വർണ്ണിച്ചു. ദിവ്യരൂപത്തിനെ വർണ്ണിച്ച് അവസാനം എന്താവുന്നു? ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിച്ച് ധ്യാനിച്ച് നമ്മൾക്ക് മറ്റുള്ള വാസനകളും ചിത്തവൃത്തികളും എല്ലാം പോയി അവിടെ വ്യക്തിത്വം അടക്കം ഭഗവാന്റെ ആ ദിവ്യരൂപത്തിൽ മർജാവുന്നു. അവസാനം എന്താവും? ഒരു രൂപവും ശാശ്വതമായിട്ട് അവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ല. രൂപം കൽപ്പിച്ച് ധ്യാനിക്കുന്നു. ആ രൂപം ഭഗവാൻ തന്നെ ഒരു കാലത്ത് മറച്ചു കളയും. ഭഗവാൻ തന്നെ മറച്ചു കളയും. അപ്പൊ എന്താവും? മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം നിർവാണമൃച്ഛതി മനഃ സഹസാ യഥാർച്ചി ആത്മാനമത്ര പുരുഷോ അവ്യവധാനമേകം അൻവീക്ഷത്തെ പ്രതിനിവൃത്ത ഗുണപ്രവാഹ. ചുടലക്കൊള്ളിയെടുത്ത് ചുടല എരിച്ചിട്ട് ആ കൊള്ളി സ്വയം എരിഞ്ഞടങ്ങുന്ന പോലെ ഈ ധ്യാനം ബാക്കിയുള്ള ചിത്തവൃത്തികളെയും വാസനകളെയും വ്യക്തിത്വവും അഹങ്കാരവും ഒക്കെ ഇല്ലാതാക്കി അതും ഇല്ലാതാവുമ്പോ ഒരു തടസ്സമില്ലാത്ത ശുദ്ധ പ്രജ്ഞ അവ്യവധാനമേകം അൻവീക്ഷത്തെ. ഒരു വ്യവധാനം തടസ്സവുമില്ലാതെ ശുദ്ധ പ്രജ്ഞാസ്വരൂപമായി ചിദാകാശസ്വരൂപമായി ആത്മവസ്തു അവിടെ പ്രകാശിക്കണം. അനുഭവത്തിൽ ആത്മാനുഭവം ഏർപ്പെടുന്നു. എങ്ങനെയെങ്കിലും നമ്മള് ഈ അന്തർമുഖമായ ഈ ധ്യാനസ്ഥിതിയെ പടിപടിപടിയായിട്ട് അനുഭവിക്കണം. സ്ഥൂലമായിട്ട് ഇന്റലക്ച്വൽ പ്ലെയിനിൽ ഇരുന്നാൽ പോരാ, വികാരത്തിന്റെ പ്ലെയിനിൽ ഇരുന്നാലും പോരാ. അതിനാണ് സാധന എന്ന് പറയണത്. സാധുക്കൾ, മഹാത്മാക്കൾ, സന്തുക്കൾ ഒക്കെ എങ്ങനെ ആ അനുഭൂതിയെ പ്രാപിച്ചു? ഏകാന്തത്തിൽ എവിടെയോ ഇരുന്ന് ആഴ്ന്നു മുങ്ങി ഡ്രില്ലിട്ട് അകത്തിറങ്ങുന്ന പോലെ അവരവരുടെ അകത്തേക്ക് ഇറങ്ങിയവര്. കൂപേ യഥാ ഗാഠജലേ തഥാ അന്തർനിമജ്യ ബുദ്ധ്യാ ശിതയാ നിതാന്തം. ഒരു കിണറ്റിൽ നഷ്ടപ്പെട്ടു പോയ വസ്തുവിനെ തെരയാൻ ശ്വാസം അടക്കി പിടിച്ച് അന്വേഷിക്കണ പോലെ അകമയ്ക്ക് ആ ഭഗവത് തത്വത്തിന് ഭക്തിയുടെ മാർഗമാവട്ടെ, ജ്ഞാനത്തിന്റെ മാർഗമാവട്ടെ, ഇതൊക്കെ ഈ പെരിഫറലിലാണ് ഈ വ്യത്യാസം ഉള്ള പോലെ തോന്നണത്. ഏത് മാർഗത്തിലാണെങ്കിലും ഈ ജീവൻ അന്തർമുഖമായി ഇടിക്കണം. ഉള്ളില് ഈ സത്യത്തിനെ അറിയാനായി തീവ്രമായ അന്തർമുഖമായ സാധനാ പരിശീലനം വേണം. സാധനാ പരിശീലനം എന്ന് വെച്ചാൽ എന്താ? മാമാശ്രിത്യ യതന്തിയേ. അതില് വളരെ ജാഗ്രതയാണ്, മൈൽഡാണ്. ഒരു വശത്ത് അത് ഇറ്റ് ഈസ് വെരി ഇന്റൻസ്, മറ്റൊരു വശത്ത് ഇറ്റ് ഈസ് വെരി മൈൽഡ്. ആ മൈൽഡ്നെസ് എവിടുന്ന് വരണമെന്ന് വെച്ചാൽ ഭഗവാൻ പറയുന്നു, എന്റെ ഭക്തന്മാർ വളരെ തീവ്രമായി യത്നം ചെയ്യുന്നു. പക്ഷെ എങ്ങനെ എന്ന് വെച്ചാൽ മാമാശ്രിത്യ, എന്നെ ആശ്രയിച്ചുകൊണ്ട് തന്നെ യത്നം ചെയ്യുന്നു എന്നാണ്. പലരും തീവ്രമായി യത്നം ചെയ്തിട്ടും സ്വാമി രാംദാസ് അദ്ദേഹത്തിന്റെ അച്ഛൻ നാമം ഉപദേശിച്ചു കൊടുത്തു. നാമം ജപിക്കാൻ തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിന് ആനന്ദം. 1.5 വർഷമായി കാശിയിൽ അദ്ദേഹം ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടന്ന് കാശിയിൽ പോയപ്പോ കാശിയിൽ ഒരു സാധുവിനെ കണ്ടു. ആ സാധു രാമദാസ് സ്വാമിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ആനന്ദം? പുറമേക്ക് ഇങ്ങനെ ആനന്ദം വീശിക്കൊണ്ട് നടക്കുന്നു, ഈ ആനന്ദം എവിടെ നിന്ന് കിട്ടി? രാമൻ തന്നു. അതിന് നിങ്ങൾ എന്ത് സാധനം ചെയ്തു? രാമനാമം ജപിച്ചു. രാമനാമം എത്ര വർഷം ജപിച്ചു? ഞാൻ 1 വർഷമേ ആയിട്ടുള്ളൂ. ഞാൻ 35 വർഷമായിട്ട് രാമനാമം ജപിച്ചുകൊണ്ടിരിക്കണമല്ലോ. എനിക്ക് എന്തുകൊണ്ട് ഭഗവാൻ തന്നില്ല? നിങ്ങൾക്ക് മാത്രം തന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ എളുപ്പ ഉത്തരം എന്താന്ന് വെച്ചാൽ റാംസ് വിൽ. രാമന്റെ ഇച്ഛ. രാമൻ എനിക്ക് തന്നു, നിങ്ങൾക്ക് തന്നില്ല. എന്നിട്ട് പിന്നീട് ഇതിനെ ഒരു ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് സ്വാമികൾ തന്നെ പറയുന്നുണ്ട്, നമ്മള് സാധനയെ ഒരു മീൻസാക്കി കണക്കാക്കിയാൽ ഈ വിഷമം ഉണ്ടാവും. അതായത് സാധന ചെയ്തിട്ട് പ്രാപിക്കാൻ പോണു. കച്ചവടം, സവൈ വണിക് എന്നാണ് പ്രഹ്ലാദൻ ഭാഗവതത്തിൽ പറയുന്നത്. വണിക്, ഞാൻ ഇത്ര ജപം ചെയ്തു എന്നിട്ട് ഭഗവാനെ പിടിക്കാൻ പോണു എന്ന് വെച്ചാൽ കിട്ടുകയേയില്ല.
പിന്നെ ഏത് യത്നം, ജപമാവട്ടെ, ധ്യാനമാവട്ടെ, സംഗീത, ഭഗവാനെ കീർത്തിക്കലാവട്ടെ, that very process, each and every moment you are experiencing him. ഓരോ ക്ഷണത്തിലും നിങ്ങൾ ഭഗവാനെയാണോ അനുഭവിക്കുന്നത്? ഓരോരോ രാമനാമവും, നാമം വേറെയല്ല, ഭഗവാൻ വേറെയല്ല, അല്ലേ? അങ്ങനെ അല്ലെങ്കിൽ ഒരു താത്വികമായിട്ട് പറയാം, all time is now. ടൈം എന്ന് പറയുന്നത് എന്താ? കാലം എന്ന് പറയുന്നത് എന്താ? നമുക്ക് കാലത്തിനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. പക്ഷെ വാസ്തവത്തിൽ പാസ്റ്റും ഫ്യൂച്ചറും ഉണ്ടോ? എക്സ്പീരിയൻസിൽ ഒരിക്കലും ആർക്കെങ്കിലും അവരവരുടെ പാസ്റ്റിനെയോ ഫ്യൂച്ചറിനെയോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? അനുഭവിക്കാൻ പറ്റുമോ? അനുഭവം എപ്പോഴും വർത്തമാനകാലമാണ്. വാസ്തവത്തിൽ വർത്തമാനകാലം എന്ന ഒരേ ഒരു അനുഭവമേ ഉള്ളൂ. கடந்த காலம், வரப்போற காலம் கிடையாது. நிகழ்காலம், இருக்கக்கூடிய காலம், அது ஒண்ணுதான் இருக்கு. அதனால ஒரு மகாவாக்கிய மாதிரி ரமணர் சொல்லுவார், இப்ப எது இருக்கோ அதுதான் எப்போது இருக்க போறது. இப்ப எது இல்லையோ அது ஒரு காலத்திலையும் வராது, வந்தாலும் போயிடும். ഓർമ്മ വെച്ചോളാം. ഇപ്പോ ഭഗവാൻ ഉണ്ടെങ്കിൽ അടുത്ത ക്ഷണത്തിലും ഭഗവാൻ ഉണ്ടാവും. ഇപ്പൊ ഭഗവാൻ ഇല്ല, എനിക്ക് ഫ്യൂച്ചറിൽ ഭഗവാൻ വരും എന്ന് വെച്ചാൽ ആ ഫ്യൂച്ചർ ഒരു കാലത്തും വരില്ല. പിടികിട്ടുണ്ടോ? നമ്മളുടെ ട്രാപ്പ്, മനസ്സ് ടൈമിന്റെ ട്രാപ്പിൽ പെട്ടിട്ട് എനിക്ക് ഇപ്പൊ ഭഗവാനെ കിട്ടിയില്ല, ഞാൻ ഫ്യൂച്ചറിൽ നേടുന്നു വെച്ചാൽ ആ ഭഗവാൻ ഒരു കാലത്തും വരാൻ പോണില്ല. ഇത് വളരെ ലളിതമായിട്ട് ഭക്തന്മാർ പറയുമ്പോ എന്ത് പറയണു? ഒരു പ്രതീക്ഷയും വെക്കരുത്. ഗീതയുടെ സിദ്ധാന്തം തന്നെ അധ്യാത്മസാധനയിലും എടുത്തിട്ടുള്ള ഫലത്തിനെ ഇച്ഛിച്ചുകൊണ്ടോ, ഫ്യൂച്ചറിൽ എന്തെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടോ, ഭാവിയിൽ എന്തെങ്കിലും നേടണം എന്ന് പറഞ്ഞുകൊണ്ടോ സാധന ചെയ്തുകൊണ്ടിരുന്നാൽ you are keeping the truth few steps away from you, which will never come. എണ്ണയാട്ടാനായിട്ട് കാളയെ ചക്കിൽ കെട്ടും. എന്നിട്ട് ആ കാളയുടെ നെറ്റിയില് ഒരു കോല് വെച്ച് കെട്ടും. എന്നിട്ട് ആ കോലിന്റെ അറ്റത്ത് ഇത്തിരി പുല്ല് കെട്ടിത്തൂക്കും. ഈ കാളയ്ക്ക് ഈ പുല്ല് ഒരിക്കലും കടിക്കാൻ പറ്റില്ല. പക്ഷെ ഈ പുല്ലിനെ ഈ കാള ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും നടന്നുകൊണ്ടേയിരിക്കും, എണ്ണ ആട്ടിക്കൊണ്ടേയിരിക്കും. ഈ പുല്ല് കാളയുടെ വായിൽ എത്തുകയില്ല. അതേമാതിരിയാണ് എനി ഫ്യൂച്ചർ സൈക്കോളജിക്കൽ ഗോൾ, ഫിസിക്കൽ ഗോൾ യു ക്യാൻ ഹാവ്. ഇപ്പൊ കുട്ടികളൊക്കെ പരീക്ഷ വരാൻ പോകുന്നു, അത് ഫിസിക്കലാണ്. ബട്ട് സൈക്കോളജിക്കൽ, ഇൻവേർഡ്ലി ഞാൻ ഇപ്പൊ ദുഃഖത്തിലാണ്, ഞാൻ പിന്നെ സന്തോഷിക്കുന്നു വെച്ചാൽ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇപ്പൊ എന്തുണ്ടോ അത് എപ്പോഴും ഉണ്ടാവും. പിടിയിട്ടുണ്ടോ നമ്മളുടെ ട്രാപ്പ്, മനസ്സിന്റെ ട്രാപ്പ്? ഭക്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നാമം ജപിക്കണമെന്ന് വെച്ചാൽ ഓരോ നാമവും ഭഗവത് അനുഭവമാണ്. അല്ലാതെ നാമം ജപിച്ചിട്ട് ഞാൻ ഭഗവാനെ പ്രാപിക്കാൻ പോണെന്ന് വെച്ചാൽ ആ ഭഗവാൻ വരികയില്ല. അപ്പോ നാമം ഒരു പണിയും ഭഗവാൻ ഒരു കൂലിയുമായിട്ട് തീരും. ഞാൻ ജപിക്കുന്ന നാമം ഒരു പണി, ഒരു ജോലി, അതിന് കൂലി ഭഗവാൻ. അപ്പൊ എത്ര പണിയോ അതിനനുസരിച്ച് കൂലി, അല്ലേ? ഓരോ നാമവും, നാമം എന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഏത് സാധനയാണെങ്കിലും അതെ, ഓരോ നാമജപവും ഓരോ മിനിറ്റിലുള്ള അനുഭവവും ഇപ്പൊ ഇവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഈ സത്സംഗമേ പൂർണ്ണം. ഇത് തന്നെ സമാധി, ഇത് തന്നെ ധ്യാനം. ഇവിടെ നമ്മളെ ഇല്ലാതാക്കി തീർത്താൽ മതി. ഇവിടെ നമ്മളെ പിടിച്ചു നിർത്തിയാൽ സത്സംഗമാവില്ല. അതിൽ നമ്മൾ ഇല്ലാതായി രമിച്ചുകൊണ്ടിരുന്ന ഏതേത് അനുഭവത്തിൽ നമ്മൾ ഇല്ലാതാവണോ അതൊക്കെ ഭഗവത് അനുഭവമാണ്. നാമം ജപിക്കുമ്പോൾ ഞാൻ ഇല്ലയോ അത് ഭഗവത് അനുഭവമാണ്. ഇനി ഫ്യൂച്ചറിലൊന്നും വേണ്ട. അതുകൊണ്ടാണല്ലോ ഈ ഭക്തന്മാരൊക്കെ ഭക്തന്മാരുടെ മുഖത്തിലൂടെ പാടി വ്യാസഭഗവാൻ നമ്മളെ അറിയിച്ചു, ന നാകപൃഷ്ഠം ന ച പാരമേഷ്ട്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീ അപുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷയും. എനിക്ക് സ്വർഗവും വേണ്ട, പുനർജനനമില്ലാത്ത സ്ഥിതിയും വേണ്ട,
എനിക്ക് യോഗസിദ്ധിയും വേണ്ട, യാതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആചാര്യസ്വാമികൾ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു, ന മോക്ഷസ്യാകാംക്ഷ ന വിഭവവാഞ്ചാപി ച നമേ ന വിജ്ഞാനാപേക്ഷ ശശിമുഖി സുഖേച്ഛാപി ന പുനഃ അതസ്ത്വാം സംയാജേ ജനനി ജനനം യാതു മമ വൈ മൃഢാനി രുദ്രാണി ശിവ ശിവ ഭവാനീതി ജപതഃ. ന മോക്ഷസ്യാകാംക്ഷ, എനിക്ക് മോക്ഷത്തിനുള്ള ആഗ്രഹമേ ഇല്ല എന്നാണ്. ന വിഭവവാഞ്ചാപിച്ച്, എനിക്ക് യാതൊരു വിഭവവും കിട്ടണമെന്നുള്ള ആഗ്രഹവുമില്ല. ന വിജ്ഞാനാപേക്ഷ, ഇനി പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണമോ ആഗ്രഹവുമില്ല. ശശിമുഖി സുഖേച്ഛാപിന പുനഃ, ലൗകിക സുഖഭോഗങ്ങളിലും ആഗ്രഹമില്ല. പിന്നെ എന്താ? അതസ്ത്വാം സംയാചേ ജനനി ജനനം യാതു മമ വൈ, ഇനി എത്ര ജനനം വേണമെങ്കിൽ വരട്ടെ. മൃഡാണി രുദ്രാണി ശിവശിവ ഭവാനീതി ജപതഃ, ആ നാമം ജപിച്ചുകൊണ്ട് തന്നെ, ഉരുവിട്ടുകൊണ്ട് തന്നെ, ജപിച്ചുകൊണ്ട് തന്നെ ഞാൻ സന്തോഷമായിട്ട് ഇരുന്നോളാം. സന്തോഷം എന്ന് പറയുന്നത് ആത്മാവിൽ നിന്നല്ലാതെ വേറെ ഒരിടത്തൊന്നും വരാൻ ഒക്കില്ല. അതുകൊണ്ടാണ് അത് ഭഗവത് അനുഭവമാണ് എന്ന് പറയണത്. ഈ മൈക്കിന് സന്തോഷമൊന്നുമില്ല, അതിന് എത്ര പുകഴ്ത്തിയാലും അതിന് സന്തോഷം വരുമോ? ചന്ദനക്കുറിയൊക്കെ ഇട്ടുകൊടുത്ത് കുറെ വർഷങ്ങളായി നമ്മളെ സേവ ചെയ്യുന്ന മൈക്ക് എന്ന് പറഞ്ഞാൽ ആരാധിച്ച് അതിന് കഴുത്തിൽ മാലയിട്ട് കൊടുത്താൽ അത് സന്തോഷിക്കില്ല. സന്തോഷം എന്നുള്ളത് ജീവാനുഭവത്തിൽ നിന്നേ വരാൻ ഒക്കുള്ളൂ. അപ്പൊ ആ സന്തോഷം എന്താ? ഭഗവത് അനുഭവമാണ്. സന്താപത്തിനൊക്കെ കാരണം എന്താ? സന്തോഷത്തിനെ നമ്മൾ ഫ്യൂച്ചറിൽ വെച്ചാൽ സന്താപം. ഭഗവാൻ എനിക്ക് എപ്പോഴോ വരാൻ പോകണമെന്ന് വിചാരിച്ചാൽ ഉള്ള വസ്തു ഭഗവാൻ തന്നെ പൂർണ്ണ വസ്തുവാണ്. ആ പൂർണ്ണ വസ്തുവിനെ വിട്ടിട്ട് ഇനി ഫ്യൂച്ചറിൽ ഒരു ഭഗവാനോ ഫ്യൂച്ചറിൽ ഒരു ആത്മാവോ സാക്ഷാത്കരിക്കാൻ പോണു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും ആ ഫ്യൂച്ചർ വരികയില്ല. ഇപ്പോ പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി ലഭ്യത്തെ. ഉപനിഷത്ത് തന്നെ പറയുന്നു, ഓരോ ബോധത്തിലും ബോധം ബോധം പ്രതി, എവറി മൊമെന്റ്, ഓരോ ക്ഷണത്തിലും നമ്മൾ ഈശ്വരനെയാണ് അനുഭവിക്കുന്നത്. ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവുണ്ടല്ലോ, അവബോധമുണ്ടല്ലോ, ആ അവബോധം ജഡത്തിൽ വരികയില്ല. ആ കേവലാനുഭവം ജഡത്തിനുണ്ടാവുകയേ ഇല്ല. ഈ മൈക്കിന് ഞാനുണ്ട് എന്നുള്ള അനുഭവമില്ല. എനിക്കുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ടാ ഇരുന്ന് കേൾക്കണത്, അതുകൊണ്ടാ ഞാൻ പറയണത്. അപ്പൊ ആ ബോധകേന്ദ്രം, ആ ബോധകേന്ദ്രത്തിൽ നിത്യനിരന്തരമായ പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണതയെ നമ്മൾ പുറത്ത് എവിടുന്നും കൊണ്ടുവരാനൊക്കില്ല. പുറത്തുനിന്ന് കൊണ്ടുവരുന്നതൊക്കെ നമ്മളെ വിട്ടുപോകും. നമ്മൾ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ അകമയ്ക്കുള്ള ഈ ആനന്ദം, ഈ പൂർണ്ണത ഇല്ലെങ്കിൽ അതൊന്നും നമ്മളെ സന്തോഷിപ്പിക്കില്ല. നമ്മൾ ഏത് സാധന ചെയ്യുകയാണെങ്കിലും അതിനോടുകൂടെ ആനന്ദമില്ലെങ്കിൽ അവസാനം സാധനയെ ഒരു വേദനയായിട്ട് തീരും, തീരാത്ത വേദനയായിട്ട് തീരും. സന്തോഷം അവിടെ പുറകെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതാണ് മാമാശ്രിത്യ യതന്തിയേ എന്ന് ഭഗവാൻ പറഞ്ഞതിന് കാരണം. ഓരോ മൊമെന്റിലും സന്തോഷം. ഭഗവാനെ ആശ്രയിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സന്തോഷം. ഭഗവാനെ ആശ്രയിക്കുക, ഭഗവത് ആശ്രയത്തിന്റെ എക്സ്പീരിയൻഷ്യൽ ലെവലില് ഭഗവത് ആശ്രയം എന്താ? സന്തോഷം, തൃപ്തി. യാതൊന്നും വേണം എന്നുള്ളതില്ല. ഭഗവാൻ എന്നെ നോക്കാനുള്ളപ്പോ പിന്നെ എനിക്ക് തൃപ്തിയല്ലാതെ സന്തോഷമല്ലാതെ വേറെ എന്തോ ഉണ്ടാവാൻ പറ്റും? ആ സന്തോഷം. അപ്പോ ഈ ആത്മാനുഭവ സ്ഥിതിയിൽ ഏർപ്പെടുന്ന ആനന്ദം ഇറ്റ് ഈസ് ഓൾ ഇൻക്ലൂസീവ്. അതിലെല്ലാം അടക്കം. നമ്മൾ ഓരോരുത്തരും ദിവസം സുഖമായി ഉറങ്ങുമ്പോ ഇതിന്റെ ഒരു ഗ്ലിംസ്, ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. ആനന്ദം നമ്മളൊക്കെ ധരിക്കുന്നത് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ സെൻസസ്, ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ആണ് ആനന്ദം അനുഭവിക്കുന്നത് എന്നാണ്. അതല്ല എന്നുള്ളതിന് ഒരു തെളിവ് ഭഗവാൻ ദിവസവും നമുക്ക് കാണിച്ചു തരുന്നു. ശരീരമോ മനസ്സോ ഇന്ദ്രിയങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഒരു ആനന്ദം ദിവസവും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ ആനന്ദത്തിന് ഗ്രഡേഷനും ഇല്ല, കൂട്ടുകുറച്ചലൊന്നുമില്ല. അപ്പൊ ആനന്ദം നമ്മളുടെ ഉള്ളിലുണ്ട്. ആ ആനന്ദം എവിടെ നിന്ന് വന്നു?
ശരീരത്തിൽ നിന്ന് വന്നില്ല, മനസ്സൊന്നും വന്നില്ല. പിന്നെ അന്തര്യാമിയിൽ നിന്നും വന്നു. അതാണ് ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ എന്ന് സൂചന തരാൻ കാരണം അതാണ്. അന്തര്യാമിയിൽ നിന്നും ദിവസം സുഷുപ്തി അവസ്ഥയിൽ അനുഭവിക്കുന്ന ആനന്ദം വന്നു. ആ ആനന്ദത്തിനെ ബോധപൂർവം ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കണം. എങ്ങനെ അനുഭവിക്കും? അതിനുള്ള വിദ്യയാണ് ബ്രഹ്മവിദ്യ. ഗീത ഒരു വശത്ത് യോഗശാസ്ത്രമാണ്. യോഗശാസ്ത്രം എന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യയ്ക്ക് അനുകൂലമായി ലൗകിക ജീവിതത്തിനെ നിയന്ത്രിക്കുന്ന ശാസ്ത്രം യോഗശാസ്ത്രം. ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് അകമേക്കുള്ള പൂർണ്ണതയെ കാണിച്ചു തരുന്നത് ബ്രഹ്മവിദ്യ. ആ സ്പിരിച്വൽ ലൈഫ്, ആധ്യാത്മിക ജീവിതത്തിന് പറ്റിയ രീതിയിൽ ലൗകിക ജീവിതത്തിനെ നിയന്ത്രണം ചെയ്യുന്നതാണ് യോഗശാസ്ത്രം. അല്ലാതെ പ്രാണായാമമോ മറ്റോ അല്ല ഉദ്ദേശിച്ചത്. അതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നതും. നമ്മളുടെ ജീവിത സമ്പ്രദായം മുഴുവൻ ഋഷികൾ ഉണ്ടാക്കി വെച്ചത് അങ്ങനെയാണ്. നമുക്ക് സ്വസ്ഥമായി ആന്തരിക ജീവിതം നയിക്കാൻ ഉതകുന്ന രീതിയിൽ ഋഷികൾ ഒരു ജീവിത സമ്പ്രദായം ഉണ്ടാക്കി തന്നു. നമ്മളതൊക്കെ താറുമാറാക്കി. പുറമേക്കുള്ളതിനൊന്നും കാര്യമായ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതിന് കാരണം അവർക്ക് അതിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല. അവർക്ക് മുമ്പ് തന്നെ കണ്ടു പുറമേക്ക് എന്തൊക്കെ നേടിയാലും പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാതിനാസ്തി അകൃതകൃതേന. പുറമേക്ക് കർമ്മം കൊണ്ട് കർമ്മത്തിനെ പെർഫെക്ഷനിൽ കൊണ്ടുവന്ന് എന്തൊക്കെ സുഖം അനുഭവിക്കാൻ കഴിയുമോ അതിനെയൊക്കെ അവർ നല്ലവണ്ണം പരീക്ഷിച്ചു നോക്കിയിട്ട് കണ്ടു ഇതൊക്കെ പുറമേക്ക് ഇന്ദ്രജാലം കാണിക്കും എന്നല്ലാതെ എന്തൊക്കെ പെർഫെക്ഷൻ കൊണ്ടുവന്നാലും എക്സലൻസ് കൊണ്ടുവന്നാലും അകമേക്ക് നമ്മൾ ദരിദ്രരായിരിക്കും എന്നവർ കണ്ടു. അതിന് തെളിവാണ് ഇന്നത്തെ മോഡേൺ സയൻസ്. എത്ര എക്സലൻസ് വന്നു കഴിഞ്ഞു, എത്ര പെർഫെക്ഷൻ വന്നു കഴിഞ്ഞു. അവരോടൊക്കെ പോയി ചോദിച്ചു നോക്കൂ. ഇതൊക്കെ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് അവരുടെയൊക്കെ ഒന്ന് ജീവിതം എടുത്തു നോക്കൂ, ഒന്ന് അന്വേഷിച്ചു നോക്കുക. വേണമെങ്കിൽ പലരും സൂയിസൈഡ് ചെയ്തവരാണ്. എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് റെക്കഗ്നിഷൻ കിട്ടിയില്ല എന്നൊരു ദുഃഖം. ഏതോ പേര് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ വിട്ടുപോയവരാണ്. എന്തുപറ്റി? പുറമേക്കുള്ളത് മുഴുവൻ ലിമിറ്റഡ് ആണ്, പരിച്ഛിന്നമാണ്. എന്ത് തന്നെ. അതുകൊണ്ട് നമ്മളുടെ ഋഷികൾ ഒരു സമ്പ്രദായം ഉണ്ടാക്കി. പുറമേക്ക് ഏനകേനാപ്യുപായേന എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം. പുറമേക്ക് എന്തെങ്കിലും കിട്ടുമോ, കിട്ടിയത് ഉടുക്കുക, കിട്ടിയത് കഴിക്കുക. ഈ ശരീരത്തിനെ അങ്ങനെ ആരോഗ്യത്തോടു കൂടെ വയ്ക്കാൻ മാത്രം ശ്രദ്ധ പുറമേക്ക് ഇട്ടിട്ട് ബാക്കി അകമേക്ക് വിടാം. ഇവിടെയാണ് ഞാനൊരു കഥ പറയാൻ പോണത്. അന്ന് പറയാമെന്ന് പറഞ്ഞ് വിട്ടുപോയി. ഒക്കെ എനിക്ക് അറിയുന്ന കഥകൾ, പേഴ്സണൽ കോണ്ടാക്ട് ഉള്ള കഥകൾ, ഒന്നും ഇമാജിനറി സ്റ്റോറീസ് അല്ല. ഇമാജിനറി സ്റ്റോറീസ് പറഞ്ഞാൽ അതൊക്കെ കഥയല്ലേ നമ്മൾ പറയും. പുരാണ കഥ പറഞ്ഞാൽ അങ്ങനെയൊക്കെ നടന്നുവോ ആവോ എന്ന് പറയും. ശരി, ഇനിയിപ്പൊ അടുത്ത കാലത്ത് വന്ന മഹാരാഷ്ട്ര സന്തുക്കളുടെ കഥ പറഞ്ഞാൽ പോലും ഇങ്ങനെ നടന്നുവോ ഇല്ലയോ നമുക്ക് സംശയിക്കാം. ഇത് പേഴ്സണൽ കോണ്ടാക്ട് ഉള്ള കഥകൾ. അപ്പൊ ആർക്കും ഒരു വാദവും ചെയ്യാൻ പറ്റില്ല. കൊച്ചിയിൽ നിന്നും തുടങ്ങുന്ന കഥ, കൊച്ചി മുതൽ തിരുവണ്ണാമലൈ വരെ. ഭഗവത്ഗീതയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഷുഡ് ബി എ റിയൽ സത്സംഗം. സത്സംഗം എന്ന് വെച്ചാൽ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്, അല്ലാതെ ശ്ലോകം കാണാതെ പഠിക്കൽ, ബൈഹാർട്ട് പോകുക, അതൊക്കെ അവിടെ ഇരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ധാരാളം ആളുകളുണ്ട് പഠിപ്പിക്കാൻ.